ഹായ് ഓൾ. അപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു അൺലിമിറ്റഡ് ബുഫേ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആബ്സലൂട്ട് ബാർബിക്യൂ ആണ്. ഈ ബാർബിക്യൂ നേഷൻ, ബിഗ് ബാർബിക്യൂ, എന്താ പറയണ്ടേ, ആബ്സലൂട്ട് ബാർബിക്യൂ, ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാനിവിടെ പോകുന്നത്. മേ ബി എനിക്ക് ഇത്ര കപ്പാസിറ്റി ഒന്നുമില്ല ഇങ്ങനെ അൺലിമിറ്റഡ് കഴിക്കാൻ. പിന്നെ ഇത് വന്നിട്ട് ഒരു ട്രീറ്റാണ്. 2 കൊളീഗ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ചുള്ളൊരു ട്രീറ്റാണ് നമുക്കിത്. ഏതായാലും ലെഫ്റ്റ് സൈഡിൽ മൊത്തം വെജ് കയറിയിരുന്നു, റൈറ്റ് സൈഡിൽ മൊത്തം നോൺ വെജ് കയറിയിരുന്നത്. പക്ഷേ വെജിൻ്റെ എന്ത് ഡിഷ് വന്നാലും നമ്മൾ നോൺ വെജ് കറി ട്രൈ ചെയ്യും. ഫസ്റ്റ് വന്നത് ക്രിസ്പി കോൺ, ഇത് നല്ലൊരു ടേസ്റ്റി സാധനമായിരുന്നു. പിന്നെ വന്നത് ഫിഷാണ്. അയ്യോ, ഒരു വികാരമില്ലാത്തൊരു ഫിഷ്. ഇത് ഏത് ഫിഷാണെന്ന് എനിക്കറിയില്ല, ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ബാർബിക്യൂ, ഈ ഗ്രില്ല് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വെജ് കറിയുടെയും നോൺ വെജ് കറിയുടെയും. പിന്നെ ഒരു ചിക്കൻ കാല് വന്നു, ഇതും യാതൊരു ടേസ്റ്റില്ല. ഫിഷിൻ്റെ അതേ മസാലയെന്ന് തോന്നുന്നു, ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഒരു പൊട്ടറ്റോൻ്റെ ഒരു സാധനം വന്നു, അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നോൺ വെജ് കറിയുടെ ഗ്രില്ലാണ്. അത് കഴിഞ്ഞ് വേറെ എന്തോ ഒരു സോസേജ് പോലത്തെ സാധനവും വിങ്സും വന്നിട്ടുണ്ട്. ഇതിൽ വിങ്സ് നല്ലതായിരുന്നു, മറ്റേത് ഒട്ടും കൊള്ളൂല. ഇതൊരു സ്വീറ്റ് ആൻഡ് ടാങ്കി ടേസ്റ്റായിട്ട് നല്ലതായിരുന്നു. അപ്പോൾ ഈ കൂട്ടത്തിലെല്ലാം കുറച്ചൊരു 4-5 ഡിഷ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം കണക്ക് തന്നെ. ഇതാണ് ആ പൊട്ടറ്റോൻ്റെ ഒരു സാധനം, ഇത് നല്ല ടേസ്റ്റാണ്. കൂടുതൽ എനിക്ക് വെജാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ വെജുകാരുടെ കംപ്ലയിൻറ്റ് വെച്ചാൽ വെജിന് തീരെ ഓപ്ഷൻ ഇല്ല, നോൺ വെജിൽ കുറേ ഓപ്ഷൻ ഉണ്ടെന്ന്. നോൺ വെജിൽ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഒന്നും ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇപ്പം കണ്ടില്ല, ഒരു ചെമ്മീൻ, അതിന് യാതൊരു ഫ്ലേവർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ ഒന്നുകൂടി ഫ്ലേവർ ആക്കാൻ വേണ്ടി സ്പൈസി ആക്കാൻ പറഞ്ഞു. പക്ഷേ സ്പൈസി ആക്കാൻ പറഞ്ഞിട്ട് അവർ നല്ലോണം സ്പൈസി ആക്കി. അപ്പോൾ ഇവർക്ക് പിന്നെ കഴിക്കാനും പറ്റിയില്ല. മേ ബി അതാണ് എക്സ്പെൻസീവ് ഉണ്ടായിട്ട് അങ്ങനെ ചെയ്തായിരിക്കും. പിന്നെ കാട ഉണ്ടായിരുന്നു, കൂന്തലുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും വായി വെക്കാൻ കൊള്ളാത്തൊരു ടേസ്റ്റായിരുന്നു. പിന്നെ പൈനാപ്പിൾ ഗ്രില്ല് ആയിരുന്നു ലാസ്റ്റ്. പിന്നെ എല്ലാവരും മെയിൻ കോഴ്സിലേക്ക് ഇറങ്ങി. മെയിൻ കോഴ്സിന് അത്യാവശ്യം ഐറ്റം ഉണ്ടായിരുന്നു. നൂഡിൽസ്, സാധാരണ ചോറ്, ബിരിയാണി, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ തരം കറികളുണ്ടായിരുന്നു. ഈ വെജ് കറിയൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ എന്താ പറയുക, നോൺ വെജിൽ ട്രൈ ചെയ്തത് മട്ടൻ റോഗൻ കോഷ്, അങ്ങനത്തെ കുറച്ച് കറികളാണ്. പിന്നെ എന്തോ മട്ടൻ പായ സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ടേസ്റ്റ് ചെയ്തെന്നല്ലാണ്ട് നമുക്ക് അധികമൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല ആക്ച്വലി. ഇതൊക്കെയാണ് ഈ ഐറ്റംസ്. അതിനിടയ്ക്ക് കുറച്ച് സാലഡും കൂടി എടുത്തു. പിന്നെ ഇവരുടെ ഒരു പപ്പടം പോലെ സാധനമില്ലേ, ഇത് ഇവർക്ക് ഭയങ്കര കാര്യമാണ്. ലഞ്ച് ടൈമിൽ എല്ലാവരും ഇത് കഴിക്കുന്നതാണ്. പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടമല്ല. പിന്നെ അതത്ര ഹെൽത്തിയും കാര്യമൊന്നുമല്ലല്ലോ. അങ്ങനെ ഇതാണ് എൻ്റെ പ്ലേറ്റ്. നിങ്ങൾ തെറ്റിയിരിക്കേണ്ട, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, കാരണം അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡെസേർട്ട് സെഷനിലേക്ക് പോകുമ്പം ഗുലാബ് ജാമുനും, പിന്നെ എന്തോ ഒരു നെയ്യപ്പം ഷുഗർ സിറപ്പിലിട്ട പോലത്തെ സാധനം, പിന്നെ ഒരു ചൾക്കോ പുളുക്കോ ആയിട്ടുള്ളൊരു പുഡിങ് ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു. ഈ ജിലേബിയും ഗുലാബ് ജാമുനും മാത്രമേ ഇതിൽ കൂട്ടത്തിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഈ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ പോരാ, കേക്കിൻ്റെ ടെക്സ്ചർ പോരാ, ഒന്നും പോരാ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ലൈം സോഡയാണ്, സ്വീറ്റ് ആൻഡ് സാൾട്ട്. ഇത് നല്ലതായിരുന്നു. ഇത് കുടിച്ചപ്പോൾ ഒരു സമാധാനമായി. ഇല്ല, ഇഷ്ടപ്പെടാത്ത ടേസ്റ്റൊക്കെ മാറി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇത് കഴിഞ്ഞ് എനിക്ക് 2 ദിവസം ഫുഡ് പോയ്സൺ ആയിരുന്നു.